കുട്ടികളെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യിപ്പിക്കുക? പക്ഷേ നമുക്ക് ജനറലായിട്ട് കുട്ടികളെന്ന് പറയുമ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികളെ. അതായത് എൻ്റെ കുട്ടിയുടെ ഒരു ഏജ് ഗ്രൂപ്പ് ഇപ്പം 3 വയസ്സായി. അപ്പം ആ ഒരു ജേണീനെ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ മേലെയുള്ള കുട്ടികളെക്കുറിച്ച് ഞാനിതിൽ പറയുന്നില്ല. ഇപ്പോൾ ഉള്ള ഈ ഒരു കുട്ടീനെ, അതായത് ഇവളെ എനിക്ക് ഇപ്പോഴും കയ്യിലെടുക്കാൻ പറ്റും. അവളെ എനിക്ക് ഒരു സ്ഥലത്ത് എനിക്ക് എടുത്തിരുത്താൻ പറ്റും. എനിക്ക് അവളെ എൻ്റെ മുന്നിൽ വേണമെങ്കിൽ ഇരുത്താം, എന്തും ചെയ്യാം. സോ എനിക്ക് അവളെ ഹോൾഡ് ചെയ്യാം ബേസിക്കലി. അങ്ങനത്തെ ഒരാളെ കുറിച്ചിട്ട് ഉള്ളൊരു പരിപാടിയാണ്. ചെറിയ വയസ്സിൽ ഒരു വയസ്സൊക്കെ ആയ സമയത്ത് മേലെയും താഴേക്ക് 1, 2, 3, 4 പല്ലൊക്കെ വന്ന സമയത്ത് ഇവൾക്ക് ഞാൻ ആദ്യം തൊട്ടേ ഞാൻ ബ്രഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യം ഇവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവളിത് സ്വന്തമായിട്ട് ഇങ്ങനെ ആക്കുന്നു അങ്ങനെ ആക്കുന്നു. എൻ്റെ ഒരു ഉദ്ദേശം അതുതന്നെയായിരുന്നു. നമുക്ക് ബ്രഷ് എന്താണ്, അതുപോലെ രാവിലെയും രാത്രിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ബ്രഷിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവൾക്ക് കൊടുക്കുക. ഇതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. അപ്പം അത് വർക്കായി. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോട് അവൾക്ക് എല്ലാവിധ ഇൻട്രസ്റ്റും പോയി. എല്ലാ ടോയ്സും പോലെ തന്നെ ഇവൾ വിചാരിച്ചു ഓക്കെ ഇതെന്തോ 2 ദിവസം കൊണ്ട് മടുക്കേണ്ട ഒരു പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ളായിട്ട് അവൾ അവോയ്ഡ് ചെയ്തു. ചിലപ്പോൾ അത് എടുത്തെറിയും, ചിലപ്പോൾ അത് എടുത്തിട്ട് കടിച്ച് പിടിക്കും, അങ്ങനെ പലതും ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ വിരലിൽ നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് ഇല്ലേ, വിരലിൽ ഇങ്ങനെ ഒരു സംഭവം വെക്കും, അതിൽ ചുറ്റും ബ്രഷ് പോലത്തെ ബ്രിസിൽസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പം അപ്പോഴും നദി എന്ത് ചെയ്യുന്നു വെച്ചാൽ നദി കടിക്കുമായിരുന്നു. എൻ്റെ വിരൽ നല്ലോണം കടിച്ചിട്ടുണ്ട്. പിന്നെ അതെനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പം അതും ചെയ്തില്ല. പിന്നെയും ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു കണ്ടിന്യൂസ്ലി. എനിക്ക് അതെങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യണം, എല്ലാ ദിവസവും ഇത് മസ്റ്റാണ് എന്നുള്ള പോലെ. അങ്ങനെ ഗ്രാജുവലി ചെയ്ത് ഷീ കെയിം ടു നോ ദാറ്റ് ഈ സംഭവം എന്തായാലും രാവിലെയും രാത്രിയും വരും. അപ്പോൾ ഇതിൽ ചെറിയൊരു എമൗണ്ട്, അതായത് നമ്മൾ പറയാം ഒരു പയറുമണിയുടെ അത്ര വലിപ്പമുള്ള പേസ്റ്റിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ അത്രയും കുഞ്ഞ് എമൗണ്ട് പേസ്റ്റ് ഞാൻ ചിലപ്പോൾ വെക്കും. അത് നന്നായിട്ട് അവൾക്ക് തുപ്പാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ഈ ഒരു ഇവിടെ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ വൈപ്പ് ചെയ്ത് കളയുന്ന പോലെ, അതുപോലെ നമ്മൾ ഒരു കുഞ്ഞ് നനഞ്ഞ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തുണി കൊണ്ടോ ഒക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. വൈപ്പ് ചെയ്ത് അങ്ങനെ കളയാം. പിന്നെ വേറൊരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പം അവരെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴും, ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1 വയസ്സിലൊക്കെ എന്താ കൊടുക്കുക, കുറുക്ക് കൊടുക്കുമായിരിക്കും, പാല് കൊടുക്കും, പിന്നെന്താ ചോറ് കുറച്ച് കുഴച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുമല്ലോ, കുഞ്ഞി എമൗണ്ട് ആയിട്ട്. എന്താണോ അവർ കഴിക്കുന്നത് അതിന് തൊട്ടും അടുത്തൊരു പ്രോസസ്സ് എന്നുള്ള പോലെ നമ്മൾ ഒരു ടിഷ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ളത് അതെടുത്തിട്ട് അവരുടെ പല്ല് വൈപ്പ് ചെയ്ത് കൊടുക്കുക, തുടച്ചു കൊടുക്കുക. എന്തിനാണ് തുടയ്ക്കുന്നത്? ഫുഡ് കഴിച്ചാൽ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അങ്ങ് പോകുമല്ലോ, അതിൻ്റെ മേലൊക്കെ ഇപ്പം എന്തുണ്ടാവാനാ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. കാരണം ഈ ഫുഡിൻ്റെ ചെറിയ തരികളും ആ ഒരു പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ, അത് സലൈവ, അതായത് തുപ്പലിൻ്റെ കൂടെ കുഴഞ്ഞിട്ട് ഒരു ചെറിയൊരു ലെയർ പോലെ ആ പല്ലിൻ്റെ മേലെ ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പോൾ കാണില്ല. പക്ഷെ അത് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ പല കുട്ടികളിലും ഈ പല്ലിൻ്റെയും ഈ നമ്മൾ നാട്ടിൽ ഊനെന്ന് പറയില്ലേ, പിങ്ക് കളറുള്ള ഗംസ്, അതിൻ്റെയും ഇടയിലായിട്ട് ഇങ്ങനെ ഒരു വെള്ള കളറിലൊരു വര പോലെ അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങും. പിന്നെ അപ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും, അയ്യോ ഇതെന്താ അങ്ങനെ. അപ്പം ഓരോ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് അപ്പം തന്നെ ചെയ്യാം. ആർക്കൊക്കെ ചെയ്യാതെ? പാരൻസിന് ചെയ്യാം, ഗ്രാൻഡ് പാരൻസിന് ചെയ്യാം, അച്ഛന് ചെയ്യാം, ആൻറ്റിക്ക് ചെയ്യാം. ആരാണോ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് അവർക്ക് ചെയ്യാം. പിന്നെ കുട്ടീനെ ഉരച്ച് വേദനിപ്പിച്ച് നീ ഇത് ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പതുക്കെ അവരെ ആ ഒരു റുട്ടീനിലേക്ക്, അതായത് നമ്മൾ എന്ത് കഴിച്ചാലും ക്ലീൻ ചെയ്യണം പല്ല്, ആ ഒരു കൺസെപ്റ്റ് അവരിൽ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നുള്ളൊരു പരിപാടി. പിന്നെന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഇവരെ, അതായത് നമ്മളിപ്പോൾ എല്ലാ പാരൻസും, ഇപ്പം ഞാൻ ഈ നദിയുടെ കൂടെ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ 3 വർഷമായിട്ട് എനിക്ക് നദിയുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ചിലരുടെ അമ്മമാർ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും, അതായത് 2 ആളും വർക്ക് ചെയ്യുന്ന വീടൊക്കെ ആണെങ്കിൽ
പലപ്പോഴും ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും കുട്ടികളുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഗ്രാൻഡ് പാരൻസിനെ കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരോട് ഈ പറയുന്ന പോലെ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹേർട്ടാവും. അവരെയും ഒരു കുഞ്ഞുങ്ങളെപ്പോലെ കണ്ട് അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തോളൂ ചെറുതായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ആനിമേറ്റഡ് വീഡിയോസൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്. നിങ്ങൾ ഓരോ പ്രാവശ്യം കുട്ടിക്ക് എന്ത് ഫുഡ് കൊടുത്താലും മധുരമുള്ളതായിക്കോട്ടെ ചോറായിക്കോട്ടെ എന്താണെങ്കിലും ഒന്ന് പല്ല് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു കൺസെപ്റ്റ് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് റീഇൻഫോഴ്സും ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ പറയില്ലേ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഡെയിലി ഹേർഡിൽ അല്ലെങ്കിൽ ഒരു മൺഡേ ഹേർഡിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫ്രീക്വൻറ്റ് ടൈം ഇടവേളകളിലായിട്ട് നമ്മൾ അവരോട് ഇത് ചെയ്യാറില്ലേ നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും കൂടെ സംസാരിക്കുമ്പോൾ ആസ് എ പാരൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. എടാ ഇത് നോക്കാറില്ലേ നീ കൊടുക്കുമ്പോൾ, ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. അതായത് മിസ്സാവുന്ന സമയമുണ്ട്, പക്ഷെ എന്നാലും ഞാനും എൻ്റെ ഹസ്ബൻഡും ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നീ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവളെ കൊണ്ട് കഴുകിപ്പിക്കണേ, ലൈക്ക് അങ്ങനെ ആ ഒരു പ്രോസസ്സും കൂടെ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കിയിട്ട് വരുത്താം. പിന്നെ ഇവരെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഡേ കെയറിലേക്കൊക്കെ വിടുന്ന സമയത്ത് അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് എത്രമാത്രം അവിടെ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് അവരുള്ള സമയത്ത് ഇതൊരു റുട്ടീൻ പോലെ ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, രാവിലെ എണീറ്റുമ്പാട് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും നമുക്കിപ്പോൾ ഒരു 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 1.25 വയസ്സെടുക്കാം. ആ ഒരു സമയം തൊട്ട് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നൊക്കെ തരുമല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവരെ ഇപ്പം നദി അടുത്തില്ല, ഇപ്പം എനിക്ക് ആ സമയത്ത് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റി, പക്ഷേ ഡെമോ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നദീനെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന പോലെ ഉണ്ടാവും അവൾ. ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ അവളോട് പറയും ഈ എന്ന് പറയും. അപ്പോൾ അവൾ പറയും നോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ കെൻ യു ഓപ്പൺ യുവർ മൗത്ത് എന്ന് ചോദിക്കുക. അപ്പം അല്ലെങ്കിൽ ഒന്ന് വായ തുറക്കിടോ എന്ന് ചോദിക്കുക. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ചാൽ മതി. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കുട്ടികളോട് ചില കാര്യങ്ങൾ പറയുമ്പം 2 പ്രാവശ്യം പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അയ്യോ സമയം പോയല്ലോ. പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ, അത്രമാത്രം സമയം പോകുന്നുണ്ടായിരിക്കില്ല. നമ്മൾ ചിലപ്പം പറഞ്ഞ് കുറച്ചൊന്ന് സ്ട്രെസ്ഫുള്ളായിട്ട് പറയുന്നൊക്കെ കൊണ്ട് നമുക്കുള്ളിൽ അയ്യോ ഇത് ഞാൻ കുറേ എഫേർട്ട് ഇടുന്നുണ്ടല്ലോ, പക്ഷെ അവളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ടായിരിക്കും വരിക. ബട്ട് കുട്ടീനോട് ഫ്രണ്ട്ലി ആയിട്ട് ചിലപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ തരത്തിലായിരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. നദിക്കൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നദീനോട് വളരെ ട്രിക്കി ആയിട്ട് പറയുമ്പോഴാണ് അവൾക്ക് ഭയങ്കര ഒരു കളിപ്പിക്കും പോലെയൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാവുക. സോ പണ്ടൊക്കെ ചെറിയ ഒരു കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ആ ആ എന്നൊക്കെ പറയും. അപ്പം ഇവളെന്ത് ചെയ്യും, ഇതെന്താ പുതിയൊരു കളി, അങ്ങനെ ഒരു ഇതായിരിക്കും. പിറ്റേ ദിവസം അതൊക്കെ ഇഷ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് തലേ ദിവസം ഞാൻ പയറ്റി വിജയിച്ച എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ എടുത്ത് കൊണ്ടുവരും. ഇറ്റ്സ് ലൈക്ക് നമുക്ക് എല്ലാ ദിവസവും ഇത്ര ഐഡിയാസൊക്കെ കിട്ടുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് എങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവാന്ന്. ഒരു പോയിന്റിൽ ഇവൾ സ്റ്റോപ്പ് ചെയ്തു, ബ്രഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1 2 3 1 2 3 അങ്ങനെ ചെയ്യാം. അപ്പം നോക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമായി. അത് 2 ദിവസം അത് ചെയ്തപ്പോഴത്തേക്കും പിന്നെ പാട്ട് പാടാൻ തുടങ്ങി. വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് റൗണ്ട് റൗണ്ട്. അങ്ങനെ അത് ഞാൻ എത്ര സ്പീഡിലല്ല കേട്ടോ പാടുക. എടാ വരണോ, ഓക്കെ ആ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പുള്ളിക്കാരി വരുന്നുണ്ട് കേട്ടോ, ഞാൻ നോക്കട്ടെ. നദി ഒന്നിങ്ങോട്ട് വരുമോ, അമ്മയുണ്ടല്ലോ ഒരു വീഡിയോ എടുക്കണം, ഇങ്ങോട്ട് വാ. നദിയുടെ ബ്രഷിങ് എങ്ങനെയാണെന്ന് അമ്മ ഇങ്ങനെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, നദിക്ക് ബ്രഷ് ചെയ്യാൻ ഇഷ്ടമാണോ? എങ്ങനെയാ ബ്രഷ് ചെയ്യാ? എപ്പോഴാ ബ്രഷ് ചെയ്യാ? അമ്മ എങ്ങനെയാ അമ്മേൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കായിരുന്നു.
ബ്രഷ് എങ്ങനെയാന്ന് അറിയില്ല, അതുകൊണ്ട് നദിക്കറിയാം. നദി എപ്പോഴൊക്കെ ബ്രഷ് ചെയ്യാറ്? രാവിലെ ബ്രഷ് ചെയ്യാറുണ്ടോ? ഓക്കെ, യു കെൻ പ്ലേ. അപ്പം ഇത്രയും പെട്ടെന്ന് ഞാൻ വീൽസ് ഓൺ ദ ബസ് പാടില്ല. നമുക്കിപ്പം ഇത് പല്ലാണെങ്കിൽ വീൽസ് ഓൺ ദ ബസ് ഗോ ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൈ എടുക്കാം. അപ്പോഴത്തേക്ക് ഇവർ വായ പൂട്ടിക്കളഞ്ഞാലോ? അപ്പോൾ നമുക്ക് അവരോട് ചിരിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കും ഓക്കെ ഒന്നും കൂടെ വേണമെങ്കിൽ വായ തുറക്കാം. അതേസമയം വായ തുറക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പറ്റില്ല, അവർ വായ തുറക്കില്ല. അതിന് ശേഷം അവർ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തും കൂടെ റൗണ്ട് ആൻഡ് റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സുഖം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഡിഫറെൻ്റായിട്ട് നമുക്ക് പാട്ട് പാടിയിട്ടും ആകെ 2-3 മിനിറ്റ് ആയിട്ടോ ഇത് വേണ്ടി വരും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, ഒരുപാട് സമയം നമുക്കിതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല, നമ്മൾ ഫസ്റ്റ് തന്നെ ഇവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ. പിന്നെ അങ്ങനെ കുഞ്ഞു ഐഡിയാസൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അത് വർക്കൗട്ടായി. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായ ഒരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവളെ കുളിപ്പിക്കാറുണ്ടായിരുന്നത് ഇവളെ എൻ്റെ കാലിൻ്റെ മേലെ ഇരുത്തും. എന്നിട്ട് എനിക്ക് ഏറ്റവും ഒരു രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുളിപ്പിക്കൽ അങ്ങനെയാണ്. ഞാൻ പണ്ട് തൊട്ടേ കണ്ട രീതിയും അതാണ്. സോ ഞാനിവളെ ബാത്ത് ടബിൽ ഇരുത്തും, എന്നിട്ട് കുളിപ്പിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലാണ് ഇവൾ. അപ്പം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ഇങ്ങനെ ബാക്കിൽ നിന്ന് വന്നിട്ട് അവളെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. നിങ്ങളത് നോക്കിയാൽ മതി. കുളിപ്പിക്കുമ്പോൾ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഇടത്തെ കൈ ആയിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ കൈ കൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഈ കൈ കൊണ്ട് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ബ്രഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരുമോ? എനിക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു. വരുമോ? ജസ്റ്റ് ഒന്ന് വരുമോ? ഇല്ല, ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവളെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മേലെ നിന്ന് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയും പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അവൾ തല ഇങ്ങനെ തിരിക്കാനോ എന്നുള്ള സാധ്യത കുറയും. ബിക്കോസ് അവൾ കംഫർട്ടബിളാണ്, ഇരിക്കുകയാണ്. അതുപോലെ നമ്മൾ അവളെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മുറുക്കൊന്നും പിടിക്കണ്ട. സോ ഇതുതന്നെയാണ് നമ്മൾ ഡെൻറ്റിസ്ട്രിയിലും നമ്മുടെ പൊസിഷൻ ഏകദേശം ബാക്കിലും ഒരു സൈഡിലൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് അവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയുക, ഹോൾഡ് ചെയ്യാറില്ല, പക്ഷേ നമുക്ക് അവരെ നമ്മുടെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അവരെ തൊട്ട് ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതേസമയം നമ്മൾ ഒരു സ്റ്റാൻഡിലൊക്കെ അവർ ഇരുന്നിട്ട് ഒരു വാഷ് ബേസിൻ്റെ ഒക്കെ അടുത്ത് അവർ ഇരിക്കുകയാണെങ്കിൽ അവർ നമ്മളെ കുറച്ച് മേലെയും കൂടെ ആണെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ വായി മേലേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്കൊരു കൺട്രോൾ കിട്ടില്ല ഈ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ പല്ല് മാത്രമല്ലല്ലോ, ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. നാവ് ഉൾപ്പെടെ ഒരുപാട് സോഫ്റ്റ് ഏരിയാസ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കുത്തിപ്പോകുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പേടി അവർക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങളോട് കുത്തിപ്പോയിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ എനിക്ക് ബ്രഷ് വേണ്ട അങ്ങനെ അഡമൻ്റായിട്ട് പറയുന്നുണ്ടാവുക. അത് നോക്കുക. അത് ഈ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ബ്രഷിങ് രീതി നിങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്യുക. പാരൻസ് എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര വർക്കൗട്ട് ആവും. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ നമുക്ക് ഉറപ്പായിട്ടും വീഡിയോസ് കാണിച്ചു കൊടുക്കാം കുട്ടികൾക്ക്. ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, നമുക്കും ചെയ്യാതെ നമുക്കത് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഒരു 2.5 വയസ്സൊക്കെ ആയതിന് ശേഷം ഞാൻ അവൾക്ക് ആദ്യം നദിയുടെ ടേണാണേ എന്നും പറഞ്ഞിട്ട് ബ്രഷ് കൊടുക്കും. അപ്പോൾ അവൾക്കാവുന്ന പോലെ ചെയ്യും. അതിനുശേഷം ഇനി അമ്മയുടെ ടേൺ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ടേൺ എടുക്കും. അത് കുറച്ച് അവൾക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ എന്താണെങ്കിലും ഒരു 5-6 മിനിറ്റ് മാത്രമേ ഇതിനെടുക്കാറുള്ളൂ. ബൈ ദ ടൈം അവർ സ്പിറ്റ് ചെയ്യാൻ തുടങ്ങും. സ്പിറ്റ് ചെയ്യുന്നത് വരെ വളരെ മിനിമൽ എമൗണ്ട് പേസ്റ്റ് മാത്രം എടുത്താൽ മതി. സ്പിറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലേശം കൂടെ കൂട്ടാം. അങ്ങനെയൊക്കെ ഇത് നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നു.